രാധേകൃഷ്ണ. പ്രിയ വനമാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കഥയായാലോ? ഒരിക്കൽ ഒരു ദരിദ്രനായ മനുഷ്യൻ ശിവഭഗവാന്റെ അടുത്തേക്ക് പോവുകയാണ്. കൈലാസത്തിലെത്തിയതും അയാൾ ഭഗവാനോടായി പറയുകയാണ്, ഭഗവാനെ, അങ്ങ് എന്ത് നിർദ്ദേശിക്കുന്നോ അതുപോലെ ഞാൻ ജീവിച്ചു കൊള്ളാമെന്ന്. ഭഗവാൻ, അതെയോ, ഉറപ്പല്ലേ എന്ന് ചോദിക്കുന്നു. അതിന് ഇയാൾ ഒട്ടും മടിക്കാതെ, അതെ, അങ്ങ് എന്ത് തീരുമാനിക്കുന്നോ അതുതന്നെയാണ് എൻ്റെ ജീവിതം എന്ന് സമ്മതിക്കുകയാണ്. ഭഗവാൻ അയാളോടായി പറയുകയാണ്, ശരി, എന്നാൽ നിനക്ക് ഞാനൊരു സാധനം തരാം. നീ അത് നിൻ്റെ ചുമലിൽ താങ്ങിക്കൊണ്ട് എൻ്റെ പിന്നാലെ വരിക. ഇതിൽ ഒരു കാര്യമുണ്ട്. ഇത് നീ താങ്ങിക്കൊണ്ട് നടക്കുമ്പോൾ എന്നെയോ നിൻ്റെ ചുമലിലുള്ള ഈ ചുമടോ പുറത്തു നിന്ന് നോക്കുന്ന മറ്റൊരാൾക്ക് കാണില്ല. അതുകൊണ്ട് സധൈര്യം നിനക്ക് എൻ്റെ പിന്നാലെ വരാം എന്ന് പറയുകയാണ്. ഇയാൾ എന്താണ് ആ സാധനം എന്ന് ആകാംക്ഷയോടെ നോക്കുമ്പോൾ ഭഗവാൻ ഒരു ചാക്ക് കെട്ട് കാണിച്ചു കൊടുക്കുകയാണ് ഇയാൾക്ക്. അത് കണ്ടപാടെ ഇയാൾക്ക് അറപ്പുളവാകുകയാണ്. വളരെയേറെ ദുർഗന്ധമേറിയതും അഴുക്ക് നിറഞ്ഞതുമായ ഒരു ചാക്ക് കെട്ടാണ് ഭഗവാൻ അയാൾക്കായി കാണിച്ചു കൊടുക്കുന്നത്. നിവൃത്തിയില്ലല്ലോ, ഭഗവാനോടായി പറഞ്ഞു പോയില്ലേ, ശരി, ചുമക്കാം എന്ന് പിറുപിറുത്തുകൊണ്ട്, എന്നാലും ദൈവം എന്നോട് ഈ ചതി ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പിറുപിറുത്തുകൊണ്ട് അയാൾ ആ ചാക്ക് ചുമലിൽ താങ്ങിക്കൊണ്ട് ഭഗവാന്റെ പിന്നാലെ നടക്കുകയാണ്. കുറേ ദൂരം സഞ്ചരിച്ചതിന് ശേഷം ഭഗവാൻ കാണുന്നു അയാൾക്കത് താങ്ങാനാവുന്നില്ല, ചുമക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കി തൻ്റെ കൈകൊണ്ട് അയാളുടെ ചുമലിലിരിക്കുന്ന ആ ചുമട് ഭഗവാൻ ഒന്ന് താങ്ങിക്കൊടുക്കുകയാണ്. ഉടൻ തന്നെ അദ്ദേഹം പറയുകയാണ്, മകനെ, നീ അത് താഴെ ഇറക്കി വെച്ചുകൊള്ളൂ, എന്നിട്ടത് തുറന്നു നോക്കൂ എന്ന്. ഇയാൾ ആവോ സമാധാനമായി എന്ന് വിചാരിച്ച് ഇയാളത് തുറന്നു നോക്കുകയാണ്. തുറന്നു നോക്കുമ്പോൾ എന്താ, അയാളുടെ കണ്ണ് മഞ്ഞളിച്ചു പോവുകയാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ നിറയെ സ്വർണ്ണക്കട്ടികളും രത്നങ്ങളും വൈരങ്ങളും ആയിരുന്നു. ഭഗവാൻ അയാളോടായി പറയുകയാണ്, നിന്റെ ദാരിദ്ര്യം അകറ്റാനായി നിനക്ക് തന്ന സമ്മാനമാണിത്, നീ അത് മുഴുവൻ നീ എടുത്തുകൊള്ളുക. അയാൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും അതേസമയം അങ്ങേയറ്റം പശ്ചാത്താപവും തോന്നി. അയാൾ ഭഗവാനോട് മാപ്പ് ചോദിക്കുകയാണ്, ഭഗവാനെ, എന്നോട് ക്ഷമിച്ചാലും അങ്ങ് ആദ്യം ഇതെന്നോട് ചുമക്കാൻ പറയുമ്പോൾ ഞാൻ പെറുപുറത്തുകൊണ്ടും അങ്ങേയറ്റം ദേഷ്യത്തോടു കൊണ്ടും നിവൃത്തികളുടെ കൊണ്ടും ആണ് ഞാൻ ഈ ചാക്കുകെട്ട് താങ്ങിപ്പോയത്. ഇതാണ് അതിൻ്റെ ഉള്ളിലായിരുന്നു എന്ന് നേരത്തെ എനിക്ക് അറിയുമായിരുന്നെങ്കിൽ ഞാൻ എത്ര സന്തോഷത്തോടെ അത് ചുമന്നേനെ എന്ന് അയാൾ പറയുകയാണ്. ഇതിൽ നിന്ന് നമ്മൾക്ക് എന്ത് മനസ്സിലാക്കാം? ദൈവമാണ് നമ്മുടെ ഓരോരുത്തരെയും ജീവിതം നിശ്ചയിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ കരങ്ങളാലാണ് അത് ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ചുമക്കുന്ന ചുമടായി വിചാരിക്കുന്നതും അത് സന്തോഷമായി വിചാരിക്കുന്നതും നമ്മുടെ കൈകളിലാണ്. ദൈവം തന്നിരിക്കുന്ന ഓരോ ചുമടുകളും സന്തോഷത്തോടെ ദൈവത്തിൽ പരിപൂർണ വിശ്വാസത്തോടു കൂടി ചുമന്ന് നടക്കുകയാണെങ്കിൽ അത് നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒന്ന് മാത്രമായിരിക്കും. അതുകൊണ്ട് പരിപൂർണമായി ആ ദൈവത്തിൽ വിശ്വസിക്കുക. ജീവിതത്തിൽ സന്തോഷത്തോടെ എല്ലാവരും മുന്നോട്ട് പോവുക.